കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്ത കേസ് രാവിലെ മുതൽ തന്നെ കേസെടുക്കില്ല, അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ കേസെടുക്കില്ല എന്ന തുടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതാ ഞങ്ങളുടെ പക്കൽ കൃത്യമായ തെളിവുണ്ട് ഷൈനെതിരെ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു FIR ആണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷൈനെതിരെ. പ്രധാനമായും 3 കാര്യങ്ങൾ അതിൽ പറയുന്നു. ഈ മുറിയെടുത്തത് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. മറ്റൊന്ന്, ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ ഇയാൾ നടത്താറുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഷൈന്റെ അറസ്റ്റിലേക്ക് പോയത്. മറ്റൊന്ന്, വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പോലീസ് ഷൈനോട് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഷൈൻ പറഞ്ഞത് ആ പരാതി പച്ചക്കള്ളമെന്നാണ്. ഒരു തരത്തിലും അത്തരത്തിൽ തന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ പരാതി സെറ്റിൽ തനിക്കെതിരെ ചിലർ നടത്തിയ ഗൂഢാലോചന എന്നൊരു വിശദീകരണമാണ് പോലീസിന് ഷൈൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും ഷൈനെ സംരക്ഷിക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ജാമ്യം ലഭിച്ചാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പോലീസ് നിരീക്ഷണത്തിലായിരിക്കും ഷൈൻ ഉണ്ടാകുക. ഷൈന്റെ ബാക്കി നടപടികൾ, അതായത് ഇനി ഇപ്പോൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ അത് പിടിച്ചുകെട്ടാൻ പോലീസിനാകും, അല്ലെങ്കിൽ ഇയാൾ ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ പിടിച്ചുകെട്ടാനാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൈനൊപ്പം അന്ന് മുറിയിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ കൂടി ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരെ കൂടി ചോദ്യം ചെയ്യുകയാണ്. അവരെന്തിനാ മുറിയിലെത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അവർ അന്ന് മൊഴി നൽകിയത് അവരുടെ പക്കൽ നിന്ന് അത്തരത്തിൽ രാസലഹരിയുടെ അംശങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് അവരെ വിട്ടയച്ചത്. ഇപ്പോൾ വിശദമായി ചോദിക്കുന്നത് അതിൽ ഒരാൾക്ക് ഷൈൻ ടോം ചാക്കോ ഏകദേശം 20,000 രൂപയോളം കൈമാറിയിട്ടുണ്ട്. ഒരു കോഴിക്കോട് സ്വദേശിയാണ്. അതെന്തിനാണ് എന്നുള്ളത് അറിയണം. ഒരുപക്ഷെ റൂം എടുക്കുന്നതിന് വേണ്ടി കൈമാറിയതായിരിക്കാം എന്ന് പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ അവരെ 2 പേരെയും കൂടി പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ അവരല്പം വിയോജിപ്പൊക്കെ പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തായിരുന്ന ഷൈൻ പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യൽ, അതായത് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് നടത്തിയ തെളിവെടുപ്പിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഷൈൻ ഇത്തരത്തിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരാളാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷൈൻ ടോം ചാക്കോ അല്പസമയത്തിനകം തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങും. ഷൈൻ അതിനുശേഷം വീട്ടിലേക്കായിരിക്കും പോകുക. പക്ഷേ പോലീസ് നിരീക്ഷണം ഷൈനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടാകും. ഷൈന്റെ പിതാക്കൾ, അല്ലെങ്കിൽ ഷൈന്റെ പിതാവും അതോടൊപ്പം തന്നെ അനിയനുമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. 27-29 ആക്ട്, അത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ NDPS ആക്ടുകൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. 1 വർഷവും 6 മാസവും മാത്രമാണ് ശിക്ഷാ കാലാവധി. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. പക്ഷേ ഈ വിവാദമായ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മജിസ്ട്രേറ്റിനെ കാണിക്കും, മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമെന്നാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓം പ്രകാശിന്റെ കേസ്, അവിടെ 0.22 മില്ലിഗ്രാം കൊക്കൈനാണ് പിടികൂടിയെന്ന് FIR-ൽ ഉണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. പക്ഷേ പിന്നീട് അത് വിവാദമായി വാർത്തയായ പശ്ചാത്തലത്തിലാണ് പോലീസ് ഓം പ്രകാശുമായി കോടതിയിലേക്ക് എത്തിയത്. പക്ഷേ കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നടപടി ഇവിടെയും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സ്റ്റേഷൻ ജാമ്യം നൽകി വിടാനാണ് തീരുമാനം. ആ ഒരു പശ്ചാത്തലത്തിലാണ് പിതാവിനെ അടക്കം വിളിച്ചു വരുത്തിയിട്ടുള്ളത്. പിതാവിന് ജാമ്യത്തിൽ, അല്ലെങ്കിൽ 2 ആൾ ജാമ്യത്തിലായിരിക്കും വിട്ടയക്കുക. നിലവിൽ FIR പുറത്തു വന്നിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. റൂം എടുത്തത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണ്. ഡാൻസ് ഓഫ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഓടിക്കളഞ്ഞതാണ് എന്ന കാര്യങ്ങളൊക്കെ FIR-ൽ വ്യക്തമാക്കുന്നു. ഒപ്പം വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലും ഷൈൻ പോലീസിന് മുൻപാകെ മറുപടി നൽകിയിരിക്കുന്നു. പരാതി വ്യാജമാണ്, അത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്ന പരാതി എന്ന് ഷൈൻ പറയുന്നു. ഷൈന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നത് തസ്ലീമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. തസ്ലീമ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് എന്ന് അയാൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം സജീറുമായി ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഷൈൻ ടോം ചാക്കോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഷൈൻ പോലീസ് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഏറ്റവും അവസാനം സമ്മതം നൽകുക, അല്ലെങ്കിൽ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ആണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് പോയത്. കേരള പോലീസിന്റെ ഒരു എന്താ പറയുക, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇടപെടൽ, നമ്മൾ ചില വകുപ്പുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ കേസെടുക്കാൻ സാഹചര്യമില്ല എന്ന് പറഞ്ഞ പോലീസ് അങ്ങനെയല്ല, വകുപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആന്റി ടോപ്പിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഒരു വഴി പോലീസിന് തെളിഞ്ഞു. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മുടിയും നഖവും ഒക്കെ പോലീസ് സാമ്പിളായി ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു നൽകും, FSL അയച്ചു നൽകും. അവിടെ നിന്ന് പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.